സുഖമായിട്ട് നിൽക്കേണ്ട ശേഷം സുഖമാണ് ഇരിക്കുന്നത്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ ലേബർ മന്ത്രിസഭ വന്നതിൽ പിന്നെ നമുക്കറിയാം, നമുക്ക് ചോദ്യങ്ങൾക്ക് ഒരു കുറവുമില്ല. പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് നിരന്തരമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയൊരു ലേബർ മന്ത്രിസഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവരുടെ മാനിഫെസ്റ്റോ പല സമയങ്ങളിൽ പല രീതിയിൽ അവരുടെ മാനിഫെസ്റ്റോകളും അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇന്ന് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് എന്താണ് ലേബർ പാർട്ടി, എങ്ങനെയായിരിക്കും ഇന്ത്യയും ലേബർ പാർട്ടിയും തമ്മിലുള്ള ബന്ധം, എന്തായിരുന്നു അവരുടെ മാനിഫെസ്റ്റോ, ലേബർ പാർട്ടിയുടെ വിജയത്തിന് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ വീഡിയോസിലൂടെ നിങ്ങൾ മുന്നിലൂടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ചോദ്യം നമ്മുടെ ഇമിഗ്രേഷനെ ചൊല്ലിയിട്ടാണ്. ഇമിഗ്രേഷൻ പുതിയ നമ്മുടെ ലേബർ പാർട്ടി ഗവൺമെന്റിലെ യെവറ്റ് കൂപ്പർ എന്നിട്ടുള്ള ഹോം സെക്രട്ടറി ചാർജ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ മന്ത്രിമാരും ചാർജ് എടുത്തു. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഒരു പ്രത്യേക സെറിമണി പോലെയൊന്നും വെച്ച് മന്ത്രിസഭ എന്താണ് ഇതേപോലെ MP-കളുടെ സത്യപ്രതിജ്ഞ അങ്ങനെയൊന്നുള്ള പരിപാടികളൊന്നും ഇല്ല ഇവിടെ. വളരെ സിമ്പിളാണ്. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വൈകുന്നേരം ഒരു 11:30 ആകുമ്പോഴേക്കും റിസൾട്ട് പ്രഖ്യാപിച്ചു. പുലർച്ചെ 4 മണിയാകുമ്പോഴേക്കും ഏകദേശം കൊണ്ട് ക്ലിയറായി എല്ലാം. ഒരു ഏകദേശം നമ്മുടെ കിസ്റ്റാമ് ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ കിങ്ങിനെ കണ്ടു. പുള്ളി പെട്ടെന്ന് തന്നെ മന്ത്രിസഭ രൂപീകരിച്ചു, ക്യാബിനറ്റും രൂപീകരിച്ചു, പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ ഭരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പരിപാടികൾ നടന്നു. അപ്പോൾ നമ്മുടെ യെവറ്റ് കൂപ്പർ ഹോം സെക്രട്ടറി, പുള്ളിക്കാരിയുടെ നയങ്ങൾ, പുള്ളിക്കാരിയുടെ മുന്നത്തെ പ്രചരണ വേളയിൽ സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക. വീഡിയോയുടെ സ്വാഗതം. ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ദ ഗാർഡിയനിൽ റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ്. ഈ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ കുറെ അധികം ആൾക്കാർ പറ്റിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് ഫുള്ളി ബേസ്ഡ് മലയാളികളുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. മലയാളികൾ പറ്റിക്കപ്പെട്ടതും മലയാളികൾ കെയർ ഹോമിൽ നിന്ന് ജോബ് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതും അതൊരു കമ്പനിയെ എല്ലാം ചൂണ്ടിക്കാണിച്ചുള്ള പല കാര്യങ്ങൾ. ഈ ഒരു ന്യൂസ് അത് ഞാൻ എടുത്ത് സംസാരിക്കുന്നില്ല. അത് മലയാളികൾ നമുക്ക് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് UK-യുടെ കെയർ മേഖലയിൽ ഉണ്ടാവുന്ന വിസ തട്ടിപ്പുകളെ കുറിച്ച്. സോ ആ തട്ടിപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഉറ്റുനോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യെവറ്റ് കൂപ്പർ അന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മേഖലയിലുള്ള ചൂഷണങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും ലേബർ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. യെവറ്റ് കൂപ്പർ തന്നെയാണ് ഹോം സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ചർച്ച പുകയാനും ആ ചർച്ചയിലൂടെ തന്നെ തീർച്ചയായിട്ടും യെവറ്റ് കൂപ്പർ ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഈ ഒരു കാര്യങ്ങൾ. കാരണം ലേബർ പാർട്ടി നമ്മുടെ നാട്ടിലെ പോലെ പ്രവചനങ്ങൾ ഇല്ലെങ്കിൽ പ്രചരണ വേളയിൽ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഒളിച്ചോടി പോകാനായിട്ട് ഈ ഒരു രാജ്യത്ത് സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയാസും അതുമാത്രമല്ല ഇവിടുത്തെ പബ്ലിക് ആണെങ്കിലും വളരെ വളരെ വൈകാരികമായിട്ടും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത്രയും ന്യൂസുകൾ ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ചർച്ചാ വിഷയമാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരാം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് ഏകദേശം ഒരു 40ഓളം ആൾക്കാർ ഇതേപോലെ ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യം അറിയാം. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ നമ്മുടെ ലേബർ മന്ത്രിസഭയിൽ ഒരു വ്യത്യാസമുണ്ട്. 134 ഈ ചരിത്രം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 134 ഇയേഴ്സിന്റെ ശേഷം ഒരു UK പാർലമെന്റിൽ ഒരു മലയാളി MP വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. UK നേഴ്സായി വന്ന് ഇവിടെ ഒരു മലയാളി MP ഇവിടെ UK പാർലമെന്റിനകത്ത് പോകുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ യെവറ്റ് കൂപ്പറിനെ പോലുള്ള ആൾക്കാരുടെയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യവും സാധ്യതകളും വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതവിടെ തന്നെ നമുക്ക് കാണാം. ഇനി നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ പോളിസീസിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഇവരുടെ മാനിഫെസ്റ്റോ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനും സാധിക്കുന്നുണ്ട്. അവർ വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അവർ ഇവിടെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അജണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. അത് മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത്
ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്ന പോലെ റെഡ്യൂസ് മൈഗ്രേഷൻ ബൈ ട്രെയിനിങ് മോർ UK വർക്കേഴ്സ് ടു ഫിൽ ദ എംപ്ലോയ്മെന്റ് ഗ്യാപ്സ്. സോ ഇതൊക്കെ തന്നെയാണ് വരുന്ന ദിവസത്തെ ഏറ്റവും വലിയ ടാസ്ക്. ഫസ്റ്റ് ടാസ്ക് തന്നെ കഴിഞ്ഞ ദിവസം അവർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതായത് റുവാണ്ട പോളിസി ക്യാൻസൽ. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ റുവാണ്ട പോളിസി ക്യാൻസൽ ചെയ്യുമെന്നത്, അത് കഴിഞ്ഞ ദിവസം അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള ന്യൂസുകൾ പല ന്യൂസിൽ വന്നെങ്കിൽ ഇന്ന് രാവിലെ റുവാണ്ട പോളിസി ഡെഡായി അതിനെ ബറി ചെയ്തു എന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നു. സോ അതുകൊണ്ട് തന്നെ റുവാണ്ട പോളിസി നമ്മുടെ ഋഷി സുനക് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തിയെങ്കിലും ഒരു ഫ്ലൈറ്റ് പോലും പറന്നില്ല. ആ പരിപാടി ക്ലോസ് ചെയ്തിരിക്കുന്നു. 60,000 റെഫ്യൂജീസിന് അവരുടെ കിട്ടിയ ന്യൂസുകൾ അനുസരിച്ചിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ന്യൂസ് പോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ന്യൂസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് അസൈലം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ശരിക്കും നമുക്കൊരു തിരിച്ചടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് നമുക്കൊരു തിരിച്ചടിയാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റുഡൻസിനും ഇവർക്ക് തന്നെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ആ ഒരു വേളയിൽ ഇതൊരു വലിയൊരു ചോദ്യാവിഷയം തന്നെയാണ്. അപ്പോൾ ഇനി ഇവരുടെ പ്ലാനുകളിലേക്ക് കിടക്കാം. ഇവരുടെ പ്ലാനുകൾ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് നമ്മുടെ ഇവരുടെ ഇമിഗ്രേഷൻ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റുവാണ്ട പോളിസി ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിനെ ഡെഡായി അത് ബറി ചെയ്തു എന്നുള്ള ന്യൂസുകളും വന്നു തുടങ്ങി. ഇനി രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടു ഡു ലിസ്റ്റിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷനെ അവർ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടു ഡു ലിസ്റ്റിന് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഈ ഒരു വർഷം തന്നെ 13,000 ആൾക്കാർ കടന്നു. കഴിഞ്ഞ ദിവസം ലേബർ വിജയിച്ചു എന്ന് കേട്ടുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് കടന്നു എന്നുള്ളതൊക്കെ പല ന്യൂസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇമിഗ്രേഷൻ നോക്കുകയാണെങ്കിൽ NHSന്റെ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ക്രിസ് സ്റ്റാമർ ഇവിടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിട്ട് NHSന്റെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് അവർ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ 40,000 അപ്പോയിന്റ്മെന്റ്സ് NHSൽ കൊടുക്കുക, ഇവിടുത്തെ NHSലെ ഈ ലോങ് വെയിറ്റിംഗ് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതും, അതുമാത്രമല്ല സാറ്റർഡേ സൺഡേ അടക്കം ഇതിനുള്ള അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ന്യൂസ് അതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇമിഗ്രേഷനുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമിഗ്രേഷൻ പുതിയ റിക്രൂട്ട്മെന്റിന്റെ കേസുകളോ കാര്യങ്ങളൊന്നും അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. NHSന്റെ പുറത്തുനിന്ന് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല NHSന്റെ കേസിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഇമിഗ്രേഷന്റെ കേസിൽ നമുക്കറിയാം ഇവരുടെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അപ്സ്കിൽ ചെയ്യുക, അതുമാത്രമല്ല ഓസ്ട്രേലിയൻ ബേസ്ഡ് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം. എന്നാൽ അത് ഓസ്ട്രേലിയൻ ബേസ്ഡ് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതാണ്. പിന്നെ ഈ സാലറി ത്രഷോൾഡിന്റെ കേസാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. കാരണം ലേബർ പാർട്ടിയുടെ നമുക്കറിയാം മാനിഫെസ്റ്റോ ഇറക്കിയ സമയത്തും ഈ പ്രചരണ വേളയിലും അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ത്രഷോൾഡ് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ആ സാലറി ത്രഷോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാതെ, നമുക്കറിയാം UK സ്റ്റുഡൻസിനും ഇല്ലെങ്കിലും മറ്റു പലരോടൊന്നും സ്പോൺസർഷിപ്പ് കൊടുത്തു ഇല്ലെങ്കിൽ കൊടുക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് സാലറി ത്രഷോൾഡ് ഉയർത്തിയതുകൊണ്ടാണ്. സോ അതിനകത്ത് ഒരു റിവ്യൂ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, ഇവിടുത്തെ സാലറി ത്രഷോൾഡ് റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK സിറ്റിസൺസിന്റെ പോലും സ്പൗസസിനെ ഇവിടെ നിലനിർത്തണമെങ്കിൽ സർട്ടൻ സാലറി ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട്. സോ അതൊരു വലിയൊരു അജണ്ടയും അതൊരു ചർച്ചാ വിഷയവും അന്ന് ആയതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടിക്ക് നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു വലിയൊരു കാരണമായിട്ട് എടുത്ത് പറഞ്ഞു. അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ഗുണമാണ്. കാരണം അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സാലറി ത്രഷോൾഡ് കുറയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ സ്പോൺസർഷിപ്പ് വീണ്ടും കിട്ടാനും പലർക്കും അത് ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക എന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം അത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റുഡൻസിന്റെ കേസിൽ NHSന്റെ കേസിൽ ഓൾറെഡി പറഞ്ഞു. സ്റ്റുഡൻസിന്റെ കേസിൽ ഇവർ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിന്റെയും സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനും അവരിനി കൊണ്ടുവരാനായിട്ട് അവരിനി അത് റിവ്യൂ ചെയ്യില്ല എന്ന് കൺസർവേറ്റീവ് നമ്മുടെ ഇലക്ഷൻ നേരിടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മാനിഫെസ്റ്റോയ്ക്കകത്തും അത് പുറമെ എന്താണ് ഇവരുടെ പ്രചരണങ്ങൾക്കകത്തും അത് വളരെ വ്യക്തമായിട്ട് അതിനെടുത്ത് പറഞ്ഞു. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ അത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ലേബർ പാർട്ടിയുടെയും ഒരു ചിന്താഗതി, ഇല്ലെങ്കിൽ അവർ വാദിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത് റിവ്യൂ ചെയ്യില്ലെന്ന് അന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഭരണം കിട്ടിയ ശേഷം ഇനി അവർ പറയുമോ എന്നുള്ളത് നമുക്ക് ഇവരുടെ ടു ഡു ലിസ്റ്റിനകത്തൊന്നും അന്ന് കണ്ടിട്ടേ ഇല്ല. ഇമിഗ്രേഷന്റെ ലീഗൽ മൈഗ്രേഷന്റെ ഒരു കേസും ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ അങ്ങനെ തന്നെ മറന്നു പോകുന്നതാണോ ഇനി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് പേര് NHSന്റെ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ സമയത്ത് അത് ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനമായപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നെറ്റ് മൈഗ്രേഷനും കാര്യങ്ങളും അത് മാത്രമല്ല വളരെ ഇതായതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്തു, കുറയ്ക്കാനായിട്ടുള്ളൊരു തീരുമാനം ഇല്ലെങ്കിൽ
ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇപ്പം എല്ലാവരും ഉറ്റുനോട്ടം എന്ന് വെച്ചാൽ ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ NHSന്റെ കേസ് എന്താവും എന്നുള്ളതാണ്. പക്ഷെ അവിടെ മാനിഫെസ്റ്റോയിൽ പോലും റിക്രൂട്ട്മെന്റ് കേസ് പറഞ്ഞിട്ടില്ല. സ്റ്റുഡന്റിന്റെ കേസിൽ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനും കേരളത്തിന്റെ കേസിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കേസും അത് നടക്കാത്ത കാര്യമാണ്, നടക്കില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെ ഒരു സ്റ്റുഡൻസിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSWയുടെ കേസ് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. PSW എടുത്തു മാറ്റുന്നോ, PSW അത് ഉണ്ടാവില്ല എന്നോ അങ്ങനെ ഒരു കേസും എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. അതിനി എന്താവും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് തന്നെ NHSന്റെയോ ഇല്ലെങ്കിൽ കാര്യങ്ങളോ ഒരു അപ്ഡേറ്റ് ഇവർ തന്നിട്ടില്ല. NHS ഇവർ മാനിഫെസ്റ്റോയ്ക്ക് അകത്തേത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വരുന്ന ദിവസങ്ങളിൽ നിന്ന് കാത്തിരിക്കണം, കാതോർത്തിരിക്കണം. സോ ആവശ്യമായ ഇൻഫർമേഷന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കാണാം.